അബുദാബിയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ വാടക കൂട്ടരുതെന്ന നിർദ്ദേശം. താമസ കെട്ടിടങ്ങൾക്കും വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്കും ഉത്തരവ് ബാധകം. തീരുമാനം പ്രഖ്യാപിച്ച അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ. ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശി ഇസ്മായിൽ പൊന്നൻ. ടിക്ടോക്കിൽ തുടങ്ങിയ തർക്കം കൊലയ്ക്ക് കാരണമായെന്ന സൂചന. അന്വേഷണം ആരംഭിച്ച് പോലീസ്. സർക്കാർ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി കർശനമാക്കി ദുബായ്. പരിശോധന കടുപ്പിക്കും. നടപടി നിയമം ലംഘിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. അനധികൃത സാമ്പത്തിക ഇടപാടുകളും തടയും. ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനം നൽകുന്നവരെക്കുറിച്ച് വിവരം നൽകണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥന. വിശദമായ വാർത്തകളിലേക്ക്. അബുദാബിയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വാടക കൂട്ടരുത് എന്ന നിർദ്ദേശം. താമസ കെട്ടിടങ്ങൾക്കും വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്ററിന്റേതാണ് പ്രഖ്യാപനം. അബുദാബിയിൽ താമസ വാണിജ്യ വ്യാവസായിക കെട്ടിടങ്ങളുടെ വാടക താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് സെന്ററിന്റെ പ്രഖ്യാപനം. കെട്ടിടങ്ങളുടെ റിന്യൂവലിന് മുൻപത്തെ കരാറിന്റെ അതേ നിരക്കിൽ തന്നെ വാടക ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ഉടൻ തന്നെ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുമെന്നും റിയൽ എസ്റ്റേറ്റ് സെന്റർ വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള വാടക വർധനയും അനുവദിക്കില്ലെന്നും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ അബുദാബി നിയമപ്രകാരം ഭൂ ഉടമകൾക്കും പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനികൾക്കും പ്രതിവർഷം 5% വരെ വാടക വർദ്ധിപ്പിക്കാൻ കഴിയും. 2016 അബുദാബി കൌൺസിൽ പ്രമേയ പ്രകാരം വാർഷിക റെന്റിന്റെ 3% അബുദാബി മുനിസിപ്പാലിറ്റിക്ക് ഹൌസിംഗ് ഫീസും നൽകണം. നിലവിലെ സംഘർഷ സാഹചര്യങ്ങളിൽ എമിറേറ്റിലെ താമസക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനം. NTV അബുദാബി. വിമാനത്താവളങ്ങൾക്കുള്ളിൽ വെച്ച് അനുമതിയില്ലാതെ റീലുകളും ട്രാവൽ ബ്ലോഗുകളും ഷോട്ടുകളും ചിത്രീകരിക്കുന്നതിന് ഇന്ത്യയിൽ വിലക്ക്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് യാത്രക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയത്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുന്നത് തടയുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. നിയമം ലംഘിച്ചും വിമാനത്താവളത്തിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നവരിൽ നിന്നും കനത്ത പിഴ ഈടാക്കാനും ഫോണും ക്യാമറയും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും പുതിയ നിയമം അനുശാസിക്കുന്നു. കുറ്റം ഗുരുതരമാണെങ്കിൽ യാത്രക്കാരെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിമാനയാത്ര വിലക്കാനും വ്യവസ്ഥയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷാ പരിശോധന നടക്കുന്ന സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകൾ, വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബോർഡിംഗ് ഗേറ്റുകൾ, വിമാനത്തിന് അടുത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന റൺവേ ബസ്സുകൾ, വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതും മറ്റ് സാങ്കേതിക ജോലികൾ നടക്കുന്നതുമായ മേഖലകൾ, വിമാനത്താവളത്തിന്റെ ഉള്ളിലെ മറ്റു നിയന്ത്രിത പ്രവർത്തന മേഖലകൾ എന്നിവിടങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ അതീവ സുരക്ഷാ മേഖലകളിൽ വെച്ച് ക്യാമറയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിരീക്ഷണ ക്യാമറകളുടെ സ്ഥാനം, പ്രവർത്തന ശൈലി എന്നിവ യാദൃശികമായി പോലും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് തടയാനാണ് ഈ അടിയന്തര നടപടി. തുടർച്ചയായി നിയമം ലംഘിക്കുകയോ വിമാനത്താവള സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന യാത്രക്കാരുടെ പേര് DGCAയുടെ നോ ഫ്ലൈ ലിസ്റ്റിലേക്ക് ശുപാർശ ചെയ്യാൻ വിമാനത്താവള അധികൃതർക്ക് പുതിയ നിയമം അധികാരം നൽകുന്നു. ലംഘനത്തിന്റെ വ്യാപ്തി അനുസരിച്ച് താൽക്കാലികമായോ അല്ലെങ്കിൽ ആജീവനാന്തമായോ വിമാനയാത്ര നടത്തുന്നതിൽ നിന്ന് ഇവരെ വിലക്കിയേക്കാം. ന്യൂസ് ഡെസ്ക് NTV. സർക്കാർ അനുമതിയില്ലാതെയും ലൈസൻസ് ഇല്ലാതെയും സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി കർശനമാക്കി ദുബായ്. ലൈസൻസ് നിയമം നിലവിലുണ്ടെങ്കിലും പല മേഖലകളിലും പാലിക്കപ്പെടുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിയമം പരിഷ്കരിച്ച് ശക്തമാക്കിയത്. സന്നദ്ധ സംഘടനകൾക്ക് ദുബായിൽ പ്രവർത്തിക്കണമെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. ദുബായിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹിക സ്ഥാപനങ്ങൾക്കും സോഷ്യൽ കെയർ പ്രൊഫഷണലുകൾക്കും കമ്മ്യൂണിറ്റി ക്ലബ്ബുകൾക്കും CDEയുടെ അംഗീകൃത ലൈസൻസ് നിർബന്ധമാണ്. എമിറേറ്റിലെ പൗരന്മാരുടെയും കുടുംബങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ശാക്തീകരണവും സുരക്ഷയും മുൻനിർത്തി ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അധികാരങ്ങളും ലക്ഷ്യങ്ങളും പരിഷ്കരിച്ചുകൊണ്ടാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുതിയ നിയമം പ്രഖ്യാപിച്ചത്. കുട്ടികൾ, നിഷേധാഠ്യ വിഭാഗക്കാർ എന്നിവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനായി അതോറിറ്റി ഒരു പ്രത്യേക സംയോജിത സുരക്ഷാ സംവിധാനം വികസിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവരുടെയും നിയമപരമായ ശേഷിക്കുറവുള്ളവരുടെയും ക്ഷേമം അതോറിറ്റി നേരിട്ട് നിരീക്ഷിക്കും. എമിറേറ്റിലെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക,
ആവശ്യമായ ഇടങ്ങളിൽ കമ്മ്യൂണിറ്റി സെന്ററുകൾ സ്ഥാപിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മികച്ച സാമൂഹ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവയും അതോറിറ്റിയുടെ പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു. ദുബായിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കാനും ലക്ഷ്യമിട്ടാണ് നിയമപരിഷ്കരണമെന്നും അതോറിറ്റി അറിയിച്ചു. NTV ദുബായ്. ഇന്ത്യയും ഒമാനും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ ഡിസംബർ 18 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിലായിരുന്നു മസ്കറ്റിൽ കരാർ ഒപ്പുവെച്ചത്. കരാർ നിലവിൽ വന്നതോടെ പ്രത്യേക നികുതി ഇളവുകളോടെ ഇന്ത്യയിൽ നിന്ന് ആദ്യ കപ്പലിൽ ഒമാനിലേക്ക് വസ്തുക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെയും ഒമാന്റെയും ആഭ്യന്തര ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കരാർ ഇപ്പോൾ നടപ്പാക്കുന്നത് എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയും ഒമാനും തമ്മിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി ടെക്സ്റ്റൈൽസ്, ലെതർ, പ്ലാസ്റ്റിക്, സമുദ്രോൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, കായിക വിനോദ സാമഗ്രികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഒമാൻ വിപണിയിൽ പ്രത്യേക നികുതി ഇളവുകളോടെ വലിയ മുൻഗണന ലഭിക്കുമെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ നിലവിൽ വന്നതിന് പിന്നാലെ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും സ്വർണ്ണ, രത്ന ആഭരണങ്ങളും അടങ്ങുന്ന ആദ്യ കപ്പൽ ഒമാനിലേക്ക് പുറപ്പെട്ടു. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഒമാൻ. ഒമാന്റെ അത്യാധുനിക തുറമുഖ സംവിധാനങ്ങൾ വഴി മറ്റു GCC രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രവേശന കവാടമായി കരാർ മാറും. 2024-25 സാമ്പത്തിക വർഷത്തിൽ $10.61 ബില്യൺ ആയിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ $11.18 ബില്യൺ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലെ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയും ദീർഘകാല പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് കരാർ. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് തീരുവ പൂർണ്ണമായി ഒഴിവാകുകയോ ഗണ്യമായി കുറയുകയോ ചെയ്യും എന്നതാണ് കരാറിന്റെ നേട്ടം. ന്യൂസ് ഡെസ്ക് NTV. UAE വിപണിയിൽ നിന്ന് 2 കീടനാശിനി ഉൽപ്പന്നങ്ങൾ അടിയന്തരമായി തിരിച്ചുവിളിക്കാൻ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉത്തരവിട്ടു. ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സിത്ര എന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പാറ്റകളെ കൊല്ലാനുള്ള 2 തരം സ്പ്രേകളാണ് പിൻവലിക്കുക. ഗുഡ് ബൈ ഓൾ ഇൻസെക്ട് സ്പ്രേ, ഗുഡ് ബൈ ഓൾ ഇൻസെക്ട്സ് മാക്സ് കിൽസ് ഇൻ 1 സ്പ്രേ എന്നീ 2 ഉൽപ്പന്നങ്ങളാണ് UAE വിപണിയിൽ നിന്നും പിൻവലിക്കുന്നത്. വിപണിയിലെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാതെ നിയമലംഘനം നടത്തിയാണ് ഇവ വിപണിയിലെത്തിച്ചത് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. തിരിച്ചുവിളിച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഡിട്രാൻസ് അലത്രിൻ എന്ന നിരോധിത ഘടകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ് അധികൃതരെ അടിയന്തര നടപടിക്ക് പ്രേരിപ്പിച്ചത്. ഉപഭോക്താക്കൾക്കുണ്ടാകാൻ ഇടയുള്ള ആരോഗ്യപരമായ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇത് ഉടനടി വിപണിയിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു പുറമെ ഈ ഉൽപ്പന്നങ്ങളിലെ സജീവ ചേരുവകളുടെ അളവിൽ രാജ്യാന്തര മാനദണ്ഡങ്ങൾക്ക് നിരക്കാത്ത തരത്തിൽ വ്യതിയാനങ്ങൾ ഉള്ളതായും പരിശോധനയിൽ കണ്ടെത്തി. രാജ്യത്തെ വിവിധ നിയന്ത്രണ ഏജൻസികളുമായി സഹകരിച്ച് വിപണിയിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. കീടനാശിനികൾ വാങ്ങിയവർ അവ ഉപയോഗിക്കുന്നത് ഉടനടി നിർത്തണമെന്നും അവയുടെ വാങ്ങലോ വിൽപ്പനയോ വിതരണമോ നടത്തരുത് എന്നും പൊതുജനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകി. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓർമ്മിപ്പിച്ചു. NTV അബുദാബി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്കും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് പൊതുജനങ്ങൾ വിവരം നൽകണമെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി അനധികൃത പണമിടപാടുകൾ തടയുകയാണ് ലക്ഷ്യം. അനധികൃതമായി പണമിടപാട് നടത്തൽ, വായ്പ നൽകൽ, ഇലക്ട്രോണിക് പേയ്മെന്റ് ലിങ്കുകൾ ഉപയോഗിക്കൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിനായി സെൻട്രൽ ബാങ്ക് പ്രത്യേക ഫോൺ നമ്പറും ഇമെയിൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി അനധികൃത പണമിടപാടുകൾ തടയുകയാണ് ലക്ഷ്യം. ലൈസൻസ് ഇല്ലാത്ത പണമിടപാട് സ്ഥാപനങ്ങൾ വഴി അസാധാരണമായ തോതിൽ ഇടപാടുകൾ നടക്കുന്നതും സാമ്പത്തിക ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും സംഘങ്ങൾക്കും സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ഗുരുതര നിയമലംഘനമാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി.
കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ സംഘടനകൾക്കുള്ള ഫണ്ടിംഗും തടയുന്നതിന് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ബാങ്കുകൾക്കും എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ, വരുമാന ഉറവിടങ്ങൾ, ഇടപാട് എന്നിവ കർശനമായി പരിശോധിക്കണം. ഉപഭോക്താവിന്റെ വരുമാനവുമായി പൊരുത്തപ്പെടാത്ത ഇടപാടുകൾ, അപകട സാധ്യതയേറിയ രാജ്യങ്ങളിലേക്കുള്ള പണമിടപാടുകൾ, ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുള്ള മേഖലകളിലേക്കുള്ള പണം കൈമാറ്റം എന്നിവ പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം ഉപഭോക്തൃ വായ്പകളുമായി ബന്ധപ്പെട്ട രേഖകൾ ദീർഘകാലം സൂക്ഷിക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉപഭോക്താവിന്റെ മുഴുവൻ വായ്പയും തീരുന്നതുവരെ രേഖകൾ സൂക്ഷിക്കണം. എല്ലാ രേഖകളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കണമെന്നും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിച്ചു. NTV, കുവൈറ്റ് സിറ്റി. യുഎഇയിൽ തുടർച്ചയായ മാസങ്ങളിൽ ഇന്ധനവില വർദ്ധിച്ചതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഉയർന്നേക്കുമെന്ന് സൂചന. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയ്ക്കാണ് വില കൂടാൻ കൂടുതൽ സാധ്യത എന്ന് വിവിധ സൂപ്പർമാർക്കറ്റ് മേധാവികൾ അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വർധനയെ തുടർന്ന് ജൂൺ മാസത്തിൽ യുഎഇയിൽ ഇന്ധനവിലയിൽ 8% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഈ വർഷം തുടർച്ചയായ 4 മാസമാണ് ഇന്ധനവില കൂടുന്നത്. ഫെബ്രുവരിക്ക് ശേഷം മാത്രം പെട്രോൾ വിലയിൽ ഏകദേശം 33% വർധനവുണ്ടായി. ഇന്ധനവില വർധനവ് ഗതാഗത ചെലവിനെയും കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സിനെയും ബാധിക്കും എന്നതിനാൽ വരും ദിവസങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടായേക്കാം എന്നാണ് റിപ്പോർട്ട്. അടുത്ത മാസങ്ങളിലും ഇന്ധനവില ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സ്വഭാവമനുസരിച്ച് 3 മുതൽ 8% വരെ വില വർധനവിന് സാധ്യതയുണ്ടെന്ന് പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലകളുടെ മാനേജർമാരെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എങ്കിലും വിലവർദ്ധനവ് പെട്ടെന്ന് ഒന്നിച്ച് നടപ്പാക്കില്ല എന്നാണ് വിവിധ സൂപ്പർമാർക്കറ്റ് ഉടമകൾ പറയുന്നത്. ഇന്ധന ചെലവെന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ മൊത്തം നിർമ്മാണ ചെലവിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇന്ധനവില കൂടിയ ഉടനെ സൂപ്പർമാർക്കറ്റുകളിൽ വിലക്കയറ്റം ഉണ്ടാവില്ല എന്നും സൂപ്പർമാർക്കറ്റ് നടത്തിപ്പുകാർ പറയുന്നു. വിതരണ ശൃംഖലയിലെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ഒരേ റൂട്ടുകളിലേക്കുള്ള സർവീസുകൾ ഒരുമിപ്പിച്ചും വിതരണക്കാരുമായി മികച്ച രീതിയിൽ ചർച്ചകൾ നടത്തിയും അധിക ചെലവ് കമ്പനികൾ തന്നെ പരമാവധി വഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിപണിയിലെ കടുത്ത മത്സരം നിലനിർത്താനായി ഉപഭോക്താക്കൾക്ക് ഭാരമാകാത്ത രീതിയിൽ ഘട്ടം ഘട്ടമായി മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള വില വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുള്ളൂ എന്നും വിലയിരുത്തലുണ്ട്. NTV, അബുദാബി. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗത യാത്രാ സംവിധാനങ്ങളിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു എന്ന് RTA. മെയ് 25 മുതൽ 29 വരെയുള്ള പെരുന്നാൾ അവധിക്കാലത്ത് മാത്രം 82 ലക്ഷം യാത്രക്കാരാണ് വിവിധ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. നഗരത്തിലെ സുഗമമായ യാത്രാ സൗകര്യങ്ങളും RTAയുടെ കാര്യക്ഷമമായ ക്രമീകരണങ്ങളുമാണ് ഇത്രയും വലിയ ജനപങ്കാളിത്തം ചുരുങ്ങിയ ദിവസങ്ങളിൽ കൈവരിക്കാൻ സഹായിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തവണയും ദുബായ് മെട്രോ തന്നെയാണ് മുമ്പിൽ. മെട്രോയുടെ റെഡും ഗ്രീനും ലൈനുകളിലായി ആകെ 33 ലക്ഷം ആളുകൾ യാത്ര ചെയ്തു. ദുബായ് ട്രാം വഴി 1,14,300 പേരും പൊതുബസ്സുകൾ വഴി 17.3 ലക്ഷം ആളുകളും യാത്രകൾ പൂർത്തിയാക്കി. കൂടാതെ വാട്ടർ ടാക്സികളും ഫെറികളും ഉൾപ്പെടുന്ന മറൈൻ ട്രാൻസ്പോർട്ട് സർവീസുകളെ 3,04,300 യാത്രികർ ആശ്രയിച്ചതായും RTA അറിയിച്ചു. ദുബായ് ടാക്സിയും മറ്റ് ഫ്രാഞ്ചൈസി കമ്പനികളുടെ വാഹനങ്ങളും ഉൾപ്പെടുന്ന ടാക്സി സർവീസുകൾ വഴി 23 ലക്ഷം പേരാണ് ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിയത്. സ്മാർട്ട് ആപ്പ് അധിഷ്ഠിത വാഹനങ്ങൾ, മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള വാടക വാഹനങ്ങൾ, ആവശ്യാനുസരണം ലഭ്യമാകുന്ന ബസ് സർവീസുകൾ എന്നിവയുൾപ്പെടുന്ന ഷെയർഡ് മൊബിലിറ്റി സംവിധാനങ്ങൾ വഴി 4,02,700 പേരും യാത്ര ചെയ്തു. കോവിഡിന് ശേഷമുള്ള ഏറ്റവും സജീവമായ പെരുന്നാൾ ദിനങ്ങളിലൊന്നിൽ നഗരത്തിലെ ഗതാഗത സംവിധാനം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ RTAയ്ക്ക് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോൺ സംഭാഷണത്തിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് രൂക്ഷമായി കയർത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ഇസ്രയേൽ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാഷണത്തിനിടെയാണ് സംഭവം. ലെബനനിലെ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് അമേരിക്കയുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം നടന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദികേട് കാണിച്ചതായി ട്രംപ് കുറ്റപ്പെടുത്തിയെന്ന് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് തടഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട്. നിനക്ക് ഭ്രാന്താണ്, ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ, ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കുകയാണ്, എല്ലാവർക്കും നിന്നോട് വെറുപ്പാണെന്നും ഈ നടപടികൾ കാരണം എല്ലാവരും ഇസ്രായേലിനെ വെറുക്കുന്നു എന്നും ട്രംപ് പറഞ്ഞതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു.
ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുന്നുണ്ട് എന്നും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ നെതന്യാഹു അനാവശ്യമായി സംഘർഷം വർദ്ധിപ്പിക്കുകയാണെന്നാണ് ട്രംപ് കരുതുന്നതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ലബനനിലെ സാധാരണ ജനങ്ങളുടെ മരണങ്ങളിൽ ട്രംപ് ആശങ്കാകുലനായിരുന്നുവെന്നും വൻ നാശനഷ്ടമുണ്ടാക്കുന്ന വ്യോമാക്രമണങ്ങളെ അദ്ദേഹം എതിർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപും നെതന്യാഹുവും തമ്മിൽ മുൻപും പലതവണ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും കടുത്ത സംഭാഷണങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായി ഫോൺ കോളിന് ശേഷം ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ബെയ്റൂട്ടിലെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് NTV. കാലാവസ്ഥ ഗോൾഡ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് പ്രധാന വാർത്തകൾ വീണ്ടും. അബുദാബിയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ വാടക കൂട്ടരുതെന്ന നിർദ്ദേശം. താമസ കെട്ടിടങ്ങൾക്കും വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്കും ഉത്തരവ് ബാധകം. തീരുമാനം പ്രഖ്യാപിച്ച അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ. ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശി ഇസ്മായിൽ പൊന്നൻ. ടിക്ടോക്കിൽ തുടങ്ങിയ തർക്കം കൊലയ്ക്ക് കാരണമായെന്ന സൂചന. അന്വേഷണം ആരംഭിച്ച് പോലീസ്. സർക്കാർ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി കർശനമാക്കി ദുബായ്. പരിശോധന കടുപ്പിക്കും. നടപടി നിയമം ലംഘിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെ. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. അനധികൃത സാമ്പത്തിക ഇടപാടുകളും തടയും. ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനം നൽകുന്നവരെക്കുറിച്ച് വിവരം നൽകണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥന. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.